ഹായ് ഫ്രണ്ട്സ്, ഏതോ ജന്മകൽപ്പനയുടെ ഇനി വരാൻ പോകുന്ന ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അഞ്ജലിക്ക് ചെറിയ ചെറിയ സംശയങ്ങളൊക്കെ തോന്നി തുടങ്ങിയിട്ട് ഇവർക്ക് തമ്മിൽ ഇവരുടെ ഇടയിൽ എന്തോ ഒരു പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ തോന്നി തുടങ്ങിയിട്ടാണ്. ഇതേ സമയം മനോരമയാണെന്നുണ്ടെങ്കിൽ പ്രീതിനെ ഭയങ്കരമായിട്ട് വഴക്കും പ്രശ്നങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പ്രീതി ഇങ്ങനെ ഒരു പായസം ഉണ്ടാക്കുന്നുണ്ട്. പായസം ഉണ്ടാക്കിയിട്ട് മനോരമയ്ക്ക് കൊണ്ടുകൊടുക്കുകയാണ് കേട്ടോ. മനോരമയ്ക്ക് കൊണ്ടുകൊടുക്കുമ്പോൾ മനോരമയ്ക്ക് ദേഷ്യം വരികയാണ്. മനോരമ പറയുന്നതിനോട് ഞാൻ പായസം ഉണ്ടാക്കി തരാൻ പറഞ്ഞു, എനിക്ക് മധുരം കുടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് നീ മനഃപൂർവ്വം ഉണ്ടാക്കി തന്നതാണ്, നീ മനഃപൂർവ്വം എന്നെ പരിഹസിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുണ്ടാക്കിയിട്ടുള്ളതെന്നൊക്കെ പറയണം. അപ്പോൾ പ്രീതിക്കിന് ഭയങ്കര സങ്കടമാവാണ്. പ്രീതിക്കിന് ഭയങ്കരമായിട്ട് പൊട്ടിക്കരഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. ഞാൻ എന്ത് ചെയ്താലും ആൻറ്റി എന്നെ കുറ്റം പറയുന്നുള്ളൂ എന്നൊക്കെ ശ്രുതിയോട് പറയുമ്പോൾ ശ്രുതി പറയും, അത് സാരില്ല, നമുക്ക് മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എടുക്കാനുള്ളൊരു വിദ്യ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് മധുരമില്ലാത്ത പായസം ഉണ്ടാക്കുന്നുണ്ട്. അപ്പം മധുരമില്ലാത്ത പായസം ഉണ്ടാക്കിയിട്ട് മനോരമയ്ക്ക് കൊടുക്കാനായിട്ട് അത് പ്രീതിനോട് ഉണ്ടാക്കാൻ പറയണം. അങ്ങനെ പ്രീതി അതൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ മധുരമില്ലാത്ത പായസം കാണുമ്പോൾ ശ്രുതിക്കൊരു തോന്നല്, ഇത് കുറച്ച് അശ്വിൻ സാറിന് കൊണ്ടുകൊടുക്കാം. കാരണം അശ്വിന് മധുരം കഴിക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മധുരമില്ലാത്ത പായസം ആവുന്നതുകൊണ്ട് അശ്വിന് ഇഷ്ടപ്പെടുന്നു വിചാരിച്ചിട്ട് ശ്രുതി കുറച്ച് പായസമൊക്കെ എടുത്ത് ഇങ്ങനെ കൊണ്ടുകൊടുക്കുകയാണ്. കൊണ്ടുകൊടുക്കുമ്പോൾ അശ്വിന് അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കായിരുന്നു. പായസം കൊണ്ടിങ്ങനെ ചെല്ലണ വഴിക്ക് പെട്ടെന്ന് അശ്വിൻ തിരിയാണ്. അപ്പം അശ്വിൻ്റെ ഈ നെഞ്ചത്തേക്ക് പായസം തട്ടി പായസം ഇങ്ങനെ പോകുകയാണ്. പക്ഷേ ദേഷ്യം വന്നിട്ട് ഇങ്ങനെ കണ്ണുരുട്ടി നോക്കണ സമയത്താണ് കേട്ടോ സൈഡ് അപ്പുറത്ത് കൂടെ നമ്മൾ അഞ്ജലി പോകുന്നത് കാണുന്നത്. അപ്പോൾ ആ സമയത്ത് അഞ്ജലി പോകുമ്പോൾ ശ്രുതിനെ വഴക്ക് പറഞ്ഞാൽ ശരിയാവില്ല. അപ്പം അശ്വിനാണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ പ്ലേറ്റ് മാറ്റി ശ്രുതിയോട് സ്നേഹത്തോട് പെരുമാറട്ടെ. ശ്രുതിയാണെന്നുണ്ടെങ്കിൽ പേടിച്ച് വിറച്ച് നിൽക്കുകയാണ്. ദൈവമേ പായസം മേത്ത് പോയല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷേ അശ്വിനാണെന്നുണ്ടെങ്കിൽ കൂളായിട്ട് ശ്രുതിയോട് ചോദിക്കുകയാണ്, ഇതെന്താ പായസമാണോ എന്ന് ചോദിക്കുന്നത്. ഇതിൽ മധുരം ഇട്ടിടണോ ചോദിക്കുമ്പോൾ ഇല്ല, ഇതിൽ മധുരം ഇടാത്ത പായസമാണെന്നൊക്കെ പറയും കേട്ടോ. എന്നിട്ട് ശ്രുതി ഇങ്ങനെ ഒരു സ്പൂണ് പാത്രം ഉണ്ടല്ലോ അങ്ങ് കൊടുക്കുമ്പോൾ അശ്വിൻ അത് വാങ്ങിച്ചിട്ട് അതിന് സ്പൂൺ കൊണ്ട് കോരിയിട്ട് ശ്രുതിയുടെ കൈ കൊണ്ട് തന്നെ അശ്വിൻ വായിലേക്ക് വെക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഇതിന് മധുരം ഇല്ലെങ്കിലും നീ ഉണ്ടാക്കി തന്ന കാരണം ഒന്നുണ്ട്, നല്ല മധുരം തോന്നുന്നുണ്ട് എന്നൊക്കെ പറയാനേ. അപ്പോൾ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ അന്തം വിട്ട് നിൽക്കുകയാണ്, ഇതെന്താണ് ഞാൻ കാണുന്നത്, സ്വപ്നമാണോ എന്നൊക്കെ വിചാരിച്ചിട്ട്. അശ്വിനാണെന്നുണ്ടെങ്കിൽ 2-3 സ്പൂണ് ശ്രുതിയുടെ കൈ കൊണ്ട് അങ്ങനെ കോരി വായിലേക്ക് വെപ്പിക്കുന്നുണ്ട്. അതിന് ശേഷം ആ സ്പൂണ് കൊണ്ട് തന്നെ ശ്രുതിക്കും വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കഴിക്കാൻ പറ്റുന്നില്ല. പെട്ടെന്ന് ഇങ്ങനെ നോക്കാണ്ടത് എന്താണ് സംഭവം എന്നുള്ള രീതിയിൽ അന്തം വിട്ട് കണ്ണും തുറച്ച് നോക്കിക്കൊണ്ടാകുമ്പോൾ സൈഡിൽ അഞ്ജലി നിൽക്കുന്നത് കാണുന്നത്. അപ്പോൾ അഞ്ജലിക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാഴ്ചയൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ ശ്രുതിക്ക് മനസ്സിലാവും, അഞ്ജലി മേഡം നിൽക്കുന്നത് കൊണ്ടാണല്ലോ ഈ അഭിനയമൊക്കെ എന്ന്. പെട്ടെന്ന് ശ്രുതിയുടെ തെരുപ്പിൽ വെള്ളം പോകും കേട്ടോ. വെള്ളമല്ല പായസം പോകും. തെരുപ്പിൽ പായസം പോകുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അശ്വിന് അങ്ങനെ ശരിക്കും അശ്വിന് സങ്കടമാവുന്നുണ്ട് കേട്ടോ. ശ്രുതിനെ ചുമക്കിനാകുമ്പോൾ വേഗം തന്നെ പോയിട്ട് വെള്ളം എടുത്തിട്ടുണ്ട്. അത് അശ്വിൻ്റെ അഭിനയം ഒന്നും അല്ലായിരുന്നു. അശ്വിന് കറക്റ്റായിട്ട് ശ്രുതിക്ക് വേണ്ടിയിട്ട് ആ വെള്ളം ഇങ്ങനെ എടുത്തുകൊണ്ട് കൊടുക്കുകയാണ്. അപ്പോൾ ശ്രുതി ആ വെള്ളം മേടിക്കുന്നില്ല കേട്ടോ. എന്നിട്ട് അപ്പോൾ എന്താ വെള്ളം കുടിക്കില്ല എന്ന് ചോദിക്കുമ്പോൾ പറയും, ഇനി അഭിനയം വേണ്ട, അഞ്ജലി മേഡം അവിടെ നിന്ന് പോയി എന്ന് പറയും കേട്ടോ. അപ്പോൾ ശ്രുതി അശ്വിനായ ഒരു സമയത്ത് ചെറുതായിട്ടൊന്ന് തെറ്റിദ്ധരിക്കുകയാണ് കേട്ടോ. അശ്വിന് സത്യത്തിൽ ശ്രുതിക്ക് വിഷമം ഉണ്ടാവുന്ന എന്ത് കണ്ടു കഴിഞ്ഞാലും അശ്വിന് ഒരു വിഷമം ആവാറുണ്ട്. അപ്പോൾ അതേപോലെയാണ് അത് ചെയ്തത്. പക്ഷെ എന്നാലും അഞ്ജലിക്ക് അതൊരു നല്ലൊരു കാഴ്ച ആയിട്ടാണ്. ഇവർക്ക് തമ്മിൽ വലിയ പ്രശ്നമൊന്നും ഇല്ല എന്നുള്ളൊരു സംശയം അങ്ങനെ ഒരു ഇത് തോന്നുന്നുണ്ട്. എങ്കിലും അഞ്ജലി മനസ്സിൽ ചെറിയ ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ട് ഇവർക്ക്. ഇനി ഇതൊരു ആക്ടിങ് ആണോ എന്നുള്ള കാര്യമൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 2 ദിവസം കഴിയുമ്പോഴേക്കും ശ്രുതി വീണ്ടും അശ്വിനായിട്ട് പിണങ്ങാണ് കേട്ടോ. ഈ അശ്വിൻ്റെ ഈ വഴക്കും പ്രശ്നങ്ങളും ചീത്ത പറയലൊക്കെ കേൾക്കുമ്പോൾ ശ്രുതി പറയും, ഞാൻ വീട്ടിൽ പോകുകയാണെന്ന് പറഞ്ഞിട്ട് നിർബന്ധപൂർവ്വം വീട്ടിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ അശ്വിനാണെന്നുണ്ടെങ്കിൽ ശ്രുതി പോയി കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. അതുകൊണ്ട് തന്നെ പ്രീതിയും ആകാശം തമ്മിൽ ഡിവോഴ്സ് ആകും എന്നുള്ളൊരു കാര്യം പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ശ്രുതി വീണ്ടും വീട്ടിലേക്ക് ഓടി വരുന്നുണ്ട് കേട്ടോ. അശ്വിൻ്റെ ഒരു ഭീഷണിക്ക് മുന്നിൽ അങ്ങനെയൊന്നും അശ്വിൻ ചെയ്യുന്നില്ല. പക്ഷേ അശ്വിൻ ചെയ്യുന്ന കാര്യങ്ങൾ പ്രീതിയും ആകാശം തമ്മിൽ ഡിവോഴ്സ് ആവും എന്നുള്ള ഒരു പേടിയിൽ പാവശ്രുതി വീണ്ടും തിരികെ വീട്ടിലേക്ക് ഓടിയെത്തുന്നുണ്ട്.